ഹായ്. നമ്മളെ കിളിക്കൂടിൻ്റെ വർക്ക് ഇന്നലെ കഴിഞ്ഞിരുന്നു. പക്ഷേ അതിൽ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഒരു ഉള്ളിൽ മഴ പെയ്യണ പോലെ നമുക്ക് ചെയ്യാന്നുള്ളത്. പക്ഷേ ഇന്നലെ അതിന് ടൈം കിട്ടാത്തതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. ഇന്ന് ഞാനത് ചെയ്തു ട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി വീട്ടിൽ ലൈൻ പോണ പൈപ്പിൽ നിന്ന് നമ്മളൊരു കണക്ഷൻ എടുത്തായിരുന്നു. നമ്മൾ കിളിക്കൂടിൻ്റെ ഉള്ളിലേക്കൊരു പൈപ്പ് കണക്ഷൻ എടുത്ത് എന്നിട്ട് നമ്മൾ അവിടെ നിന്നാണ് ചെയ്തിട്ടുള്ളത്. നമ്മളത് ചെയ്യുമ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു പോണ്ട് ഉണ്ടല്ലോ, ആ പോണ്ടിക്കും നമുക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം വരാൻ വേണ്ടിയിട്ട് അവിടെ നമ്മളൊരു ടീ കണക്ടർ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പൈപ്പ് കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഈ വാൾവ് തുറന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പോണ്ടിൻ്റെ ഉള്ളിലേക്കും വെള്ളം വന്നോളും. പിന്നെ നമുക്കവിടെ ഒരു എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കവിടെ ഒരു നോർമൽ ടാപ്പ് കണക്ഷനുള്ള ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെടികളൊക്കെ നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് അതിനുള്ള ഒരു കണക്ഷനും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന് പിന്നെ ആ ടീയിൽ നിന്ന് ഒരു ലൈൻ നേരെ നമ്മളെ കിളിക്കൂടിൻ്റെ മേലേക്കാണ് കേട്ടോ പോണത്. നമുക്ക് മേലെയാണ് മഴ പെയ്യണ മാതിരി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ എല്ലതും യൂസ് ചെയ്തിട്ടുള്ളത് 1/2 ഇഞ്ച് പൈപ്പാണ്, PVC പൈപ്പാണ്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് PVC പൈപ്പ് നമ്മൾ ഒരു 6 റോ ആയിട്ട് ടീ കണക്ടർ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ 6 റോ വെച്ചിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ടുണ്ടാവും. ഒരു ചെറിയൊരു ഈ 20 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് നമ്മൾ ആ പൈപ്പുകൾ കണക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ പൈപ്പിൽ നമുക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണമായിരുന്നു. കാരണം നമ്മൾ ടാപ്പ് തുറന്ന് അതിലാണ് നമുക്ക് ആ മഴവെള്ളം വരുന്ന മാതിരി ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും ഒരു 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഹോൾസ് ഇട്ടു. എന്നിട്ട് ആ ഉണ്ടാക്കിയത് നമ്മളെ കൂടിൻ്റെ ഏറ്റവും മേലെ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ വാൾവ് നേരെ അതിനായിട്ട് കണക്റ്റും ചെയ്ത്. ഇപ്പോൾ നമ്മൾ ഈ വാൾവ് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യണ മാതിരത്തെ ഫീലിംഗ് വരും. അതേപോലെ നമ്മൾ ഇത് ഒരു പോർഷൻ വെള്ളം വരാണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം അവിടെയാണ് നമ്മളെ കിളീൻ്റെ കൂടും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇത് മഴ പെയ്യുമ്പോൾ കിളിക്കൂട് നനയാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു സ്പേസ് ഒരു 3/4 മീറ്റർ ഗ്യാപ്പിൽ മഴ പെയ്യില്ല. ബാക്കി എല്ലായിടത്തും മഴ പെയ്യണ പോലെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മളെ പെൻഡിങ് ഉള്ള വർക്ക് കൂടെ നമ്മളിതിൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് സോളാറിൻ്റെ ഒരു വർക്ക് കൂടെ ഉണ്ട്. അത് കുറച്ചൊന്ന് ഫ്രീ ആയതിൻ്റെ ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കതിന് ടൈം കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ ഇന്നും ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇന്നിപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോൾ രാത്രി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.